തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനാണ് അതിക്രമം നേരിടേണ്ടി വന്നത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 ആയമാരെ ആ സംഭവത്തിന്റെ പേരിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു മനസാക്ഷിയില്ലാത്ത ഈ ക്രൂര സംഭവം അരങ്ങേറിയത്. സംഭവം നടക്കുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി നേരത്തെ പ്രതികരിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് പ്രവർത്തകർ കൂട്ടമായി എത്തി പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും അവർ അവിടെ തുടരുന്നുണ്ട്. മുകൾ നിലയിലേക്ക് കയറാനുള്ള ശ്രമം അവിടെ സുരക്ഷാ ജീവനക്കാർ ഇടപെട്ട് തടയുകയായിരുന്നു. ഇപ്പോൾ സ്റ്റെയർ കേസിൽ ഇരുന്നുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. ശ്രീത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുകളിലേക്ക് കയറാനുള്ള ശ്രമമാണ് അവിടെ സുരക്ഷാ ജീവനക്കാർ ഇടപെട്ട് തടഞ്ഞത്. ഒരുപക്ഷെ ഈ പോലീസ് കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇങ്ങനെയൊരു പ്രതിഷേധം ഇത് പോലീസോ അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതി അധികൃതരോ പ്രതീക്ഷിച്ചു കാണില്ല അല്ലെ ഈ ഘട്ടത്തിൽ? പ്രജിൻ, ശിശുക്ഷേമ സമിതിയിൽ കുട്ടിക്ക് നേരെ ഉണ്ടായ ക്രൂരതയുടെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. പുറത്ത് മാധ്യമങ്ങളടക്കം നമ്മൾ തത്സമയ സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് 2-3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഹാളിലേക്ക് പാഞ്ഞു കയറിയത്. ഇവരെ ജീവനക്കാർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ അത് തട്ടിയൊക്കെ മാറ്റിക്കൊണ്ട് അകത്തേക്ക് പോയി. ഒരു 8 പേര് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറി. എന്നാൽ ഈ കോണിപ്പടികൾക്ക് അവിടെ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരും മറ്റും തടഞ്ഞു. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കുകയാണ്. ഈ കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലത്ത് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് പ്രവർത്തകരാണ് ഇവിടേക്ക് തള്ളിക്കയറി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുട്ടികളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ കൃത്യവിലോപമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശിശുക്ഷേമ സമിതിയുടെ ഈ ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ ഇതേപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ശിശുക്ഷേമ വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഓരോന്നരായി ബലം പ്രയോഗിച്ച് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ പ്രതിഷേധമോ സമരങ്ങളോ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. കന്റോൺമെന്റ് ഇൻസ്പെക്ടർ വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ ഇവിടുത്തെ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരും തമ്മിൽ ഉന്തുതള്ളും ഉണ്ടായിരുന്നു. ഈ കോണിപ്പടി കടന്ന് അകത്തേക്ക് ഈ പ്രതിഷേധക്കാർ കടക്കുന്നത് തടയാൻ ജീവനക്കാർ ശ്രമിച്ചതാണ് ഉന്തുതള്ളിനും ഇടയാക്കിയത്. എന്തായാലും കുറച്ചു നേരം ഈ സംഘർഷമുണ്ടായി. അതേ തുടർന്നാണ് പോലീസ് അറിയിച്ചത്. പോലീസ് എടുത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. ഓരോരുത്തരായി നീക്കുകയാണ്. മൊത്തം 8 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു തരത്തിലും ആളുകളെ കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ശക്തമായ ഒരു പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് തള്ളിക്കയറിയത്. ശ്രീധർ, അല്പസം മുൻപ് നമ്മൾ കണ്ടതാണ് അവിടുത്തെ വനിതാ ജീവനക്കാർ, ഇതൊന്നും ആയമാർ തന്നെയാണ്. അവരടക്കം താഴേക്ക് ഇറങ്ങി വന്ന് ഈ ഗോണിപ്പടിയിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തകരോട് സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ്. എന്താണ് അവരൊക്കെ പറയുന്നത്? ഇതിൽ ഈ നടപടി സ്വീകരിച്ചു എന്ന് ശിക്ഷണ സമിതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും അവിടെ നിന്ന് ഒഴിവാക്കി എന്ന പ്രതികരണം അവർ നടത്തിയതുമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ഇതിപ്പോൾ 3 പേർക്കെതിരെ പോക്സോ കേസ് ചുമത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ 3 പേർ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, 3 ആയമാർ. 7 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പിരിച്ചുവിട്ടെന്നാണ് ഇവർ പറയുന്നത്. അതിലെന്താണ് ഒരു വ്യക്തത? പ്രജിൻ, ഈ വെള്ളിയാഴ്ച രാത്രിയാണ് കുട്ടിക്ക് ക്രൂരമായ തരത്തിൽ ഒരു പീഡനമേറ്റ വിവരം, അതായത് മുറിപ്പാടുണ്ടായ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത്തരത്തിൽ വിവരം ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമുക്കറിയാം ഈ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഈ ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ്. 98 കുട്ടികളും 100-ലധികം ജീവനക്കാരുമുള്ള ഒരു ഭരണസമിതിയാണ്. 100-ലധികം ജീവനക്കാരുണ്ടായിട്ട് പോലും എല്ലാ ദിവസവും കുട്ടികളുടെ പരിശോധന നടത്തുന്നതിൽ ഈ ഭരണസമിതിക്ക് പരാജയം സംഭവിക്കുകയാണ്. അങ്ങനെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റാത്ത ഭരണസമിതി ഇത് പിരിച്ചുവിടണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്.
പ്രജിൻ, ഈ ശിശുക്ഷേമ സമിതിയുടെ ഭരണസമിതി പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ മൊത്തം 7 പേരാണ് കഴിഞ്ഞ ആഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് 7 പേരെയും ഇവിടെ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. അതിൽ 3 പേരാണ് കുറ്റം ചെയ്തതെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് മനസ്സിലായി. അവരുടെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പരാതിയാണ് മ്യൂസിയം പോലീസിന് കൊടുത്തിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ കുറ്റം ചുമത്തി മഹേശ്വരി, സിന്ധു എന്നിവരടക്കം 3 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അവരിപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്. അവരെ വൈദ്യപരിശോധന അടക്കം നടത്തി അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഉള്ള കേസായതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിക്കാനിടയില്ല. പ്രത്യേകിച്ചും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമമാണ് പ്രധാനപ്പെട്ട ഒരു കുറ്റമായി അവർക്ക് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരുള്ള ഒരു സ്ഥലമാണ് കുട്ടികളെ നോക്കാൻ. മൊത്തം 98 കുട്ടികളാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ 98 കുട്ടികളെ പരിപാലിക്കാനായി 103 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഇത്തരത്തിൽ 103 ജീവനക്കാരും കാലാകാലങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം വെച്ചൊക്കെ തന്നെ ഇവിടെ ജോലി നേടിയവരും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായി കുട്ടികളെ പരിപാലിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ശാസ്ത്രീയമായ പഠനമോ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാത്ത ആളുകളാണ് ഇവിടെ ജോലിക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. പുതിയ കാലത്ത് ഇത്തരം കുട്ടികളെ പരിപാലിക്കുന്നതിന് ബാലസേവിക സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സാവുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള ജോലിക്ക് ആളുകളെ എടുക്കുന്ന രീതി ഉള്ളത്. ആ രീതിയൊന്നും അവലംബിക്കാതെ മുൻകാലങ്ങളിലാണ് ധാരാളം ആളുകളെ ഇവിടെ ഇത്തരത്തിൽ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന നിയമനങ്ങളുടെ കൂടി പരിണിത ഫലമാണ് കുട്ടികൾക്ക് നേരെ ഉണ്ടായ ക്രൂരത എന്നാണ് പൊതുവെ. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറസ്റ്റിലായ 3 പേർ അവർ ഈ രീതിയിൽ സ്ഥിര ജീവനക്കാരല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്ഥിരമായി ആയമാരല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ ഇതിൽ ഒരാളുടെ പേര് മാത്രമാണ് പറയുന്നത്. ഇപ്പം നേരത്തെ അജീഷ് പറഞ്ഞത് അങ്ങനെയാണ്. അജിത എന്ന് പറയുന്ന ഒരു ആയാണ് ഈ കാര്യം ചെയ്തത്, കുഞ്ഞിനെ ഉപദ്രവിച്ചത് അവരാണ്. മറ്റു 2 പേർ ഇത് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിന്നു, മറച്ചു വെച്ചു എന്നുള്ള വിവരങ്ങളാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം.